ഒരു കാര്യം സത്യമായിട്ട് പറയണം, ഈ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ജോജോ ശരിക്കും അത് നമുക്ക് ലാഭകരമാണോ? ഇപ്പോൾ ഡിനോയുടെ വീട്ടിൽ വരുന്ന കറണ്ട് കാശ്, അല്ലെങ്കിൽ ഡിനോ ഉപയോഗിക്കുന്ന ബിൽഡിങ്ങിൽ വരുന്ന കറണ്ട് കാശിനെ ഡിപ്പെൻഡ് ആണ് സോളാറിൻ്റെ ലാഭകരമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അല്ലേ? നമുക്ക് ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? കാരണം നമുക്ക് എല്ലാത്തിനും ആവശ്യമാണ്. ഇപ്പം വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും എനർജിയുടെ യൂസ് നമുക്ക് ഒരിക്കലും ഒഴിവാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പാടായിരിക്കും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ലാഭകരമാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഡിനോയുടെ വീട്ടിലൊരു 4000 റുപ്പീസാണ് ബില്ല് വരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഡിനോ ഈ വർഷം 4000 രൂപ വെച്ച് ബില്ല് വരുന്ന വ്യക്തിയാണെങ്കിൽ, ഇപ്പം ഈ മാസം തന്നെ നമുക്ക് എല്ലാവർക്കും സർപ്രൈസ് KSEB തരുന്നുണ്ട്. ഇപ്പം ഒരു 10% റേറ്റ് കൂട്ടിയിട്ടുണ്ട്. അടുത്ത മാസം ബില്ല് വരുമ്പം നമ്മളൊക്കെ ഒന്ന് നെഞ്ചിൽ കൈവെക്കും. കാരണം ഒരു 10% ബില്ല് വരിക എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 500-600 മിനിമം ചേഞ്ച് വരും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു 500 യൂണിറ്റിന് മുകളിൽ, ഇപ്പോൾ KSEB ഒരു പുതിയ റൂളും കൊണ്ടുവന്നിട്ടുണ്ട്. 500 യൂണിറ്റിന് മുകളിൽ മാസം ഉപയോഗമുള്ള വ്യക്തികളാണെങ്കിൽ താരിഫ് റേറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു ഉപയോഗപ്രകാരം നമ്മുടെയൊക്കെ വീടുകളിൽ AC ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഒരു 500 യൂണിറ്റൊക്കെ ഉപയോഗം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് അങ്ങനെ ബില്ല് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ലാഭകരം തന്നെയാണ്. ഇപ്പം നിങ്ങൾക്കൊരു ഡിനോയ്ക്കൊരു 4000 രൂപ ബില്ല് വരുന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, അടുത്ത വർഷമാകുമ്പോൾ അതൊരു 4500 രൂപയും അല്ല 5000 രൂപയിലേക്ക് മാറും. അങ്ങനെ ഒരു 10 വർഷം കഴിയുമ്പം ഈ സെയിം യൂണിറ്റ് തന്നെ ഉപയോഗിക്കുന്ന ഡിനോയ്ക്ക് ഒരു 7000-8000 രൂപയ്ക്ക് നമ്മുടെ KSEB ബില്ല് മാറും. കാരണം നമ്മൾ കഴിഞ്ഞ 10 കൊല്ലം മുമ്പുള്ള നമ്മൾ ബില്ലെടുത്ത് നോക്കിയാൽ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും. എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും, ഇപ്പോൾ 4000 രൂപയല്ലേ ബില്ല് പറഞ്ഞത്, ഒരു 10 വർഷം മുമ്പ് ഡിനോയുടെ സെയിം വീട്ടിൽ എന്തായാലും ഈ സെയിം ഉപയോഗമൊക്കെ തന്നെ ചെയ്തെങ്കിൽ പോലും ഈ 4000 രൂപ ബില്ലൊന്നും വന്നിട്ടുണ്ടാവില്ല. ഒരു 2000 രൂപയ്ക്കല്ലേ ബില്ല് വന്നിരുന്നുള്ളൂ. അപ്പോൾ ഇതേ ചേഞ്ച് നമ്മളൊരു 10 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ ബില്ലിലും വരും. അവിടെ നമുക്ക് ബില്ല് സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്ന് തന്നെ പ്ലാൻ ചെയ്താൽ ഡിനോയുടെ വീട്ടിൽ സോളാർ ഇൻസ്റ്റാളേഷനിലൂടെ നമുക്ക് KSEB ബില്ല് ഫുള്ളായിട്ട് റെഡ്യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഗ്യാസ് കണക്ഷൻ്റെ പൈസ നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ ഇൻഡക്ഷൻ കുക്കർ ഇപ്പം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ലാഭകരമാണ്. കാരണം ഒരു ആവറേജ് നമ്മുടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഒരു 1000 രൂപയോളം ഒരു മാസം ഒരു ഗ്യാസ് കുറ്റിക്ക് വരുന്നുണ്ട് സിലിണ്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ആ 1000 രൂപയിൽ നമുക്ക് ഒരു 80% കാര്യങ്ങൾ നമ്മൾ ഇൻഡക്ഷൻ കുക്കറിലേക്ക് മാറിക്കഴിയുമ്പം വെറും 100 രൂപ 150 രൂപ സ്പെൻഡിങ്ങിലേക്ക് നമുക്ക് മാറും. അവിടെ നമുക്കൊരു 800-900 ഒരു മാസം മിനിമം സേവിങ് ഉണ്ടാവും. അപ്പോൾ എന്തായി, നമുക്ക് കറണ്ട് കാശിൻ്റെ സേവ് ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് ഗ്യാസിൻ്റെ ബില്ല് നമുക്ക് സേവ് ചെയ്യാം. പിന്നെ നമുക്ക് 2 വീലർ എന്തായാലും നമ്മുടെയൊക്കെ വീടുകളിലുണ്ട് അല്ലേ? ഇപ്പോൾ ഈ 2 വീലറിൽ നമ്മൾ പെട്രോൾ അടിക്കുന്ന പൈസ, ഇപ്പോൾ ഈ പെട്രോൾ അടിക്കുന്ന പൈസ നമ്മളൊരു ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 100 രൂപ 150 200 രൂപ ഒരു ആവറേജ് ബില്ലിങ് അത്യാവശ്യം ഒരു ഓട്ടം ഉള്ളവരാണെങ്കിൽ എന്തായാലും മിനിമം അടിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു മാസം എത്ര രൂപയായി? ഒരു 3000 രൂപ തൊട്ട് 5000 രൂപ, മിനിമം ഒരു 3000 രൂപ നമുക്ക് കൂട്ടിക്കും. അത് നമുക്കൊരു ഇലക്ട്രിക് വണ്ടി ഉണ്ടെങ്കിലോ ഈ 3000 രൂപയും നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ടോട്ടൽ സേവിങ് എത്രയായി? 4000 പ്ലസ് ഗ്യാസിൻ്റെ 1000 പ്ലസ് വെഹിക്കിളിൻ്റെ പെട്രോൾ 3000. അപ്പോൾ ഏകദേശം നമ്മൾ 4000 രൂപയിൽ കിടന്ന സേവിങ്സ് നമുക്ക് 8000 രൂപയോളം സേവിങ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ 8000 രൂപ നമുക്ക് സേവിങ്സിൽ വരുമ്പം നമ്മൾ ഇതൊരു ഡിനോ EMI സ്കീം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ EMI സ്കീമിലേക്ക് നമുക്ക് ലോൺ എടുത്താൽ തന്നെ നമുക്ക് വരുന്നത് മാക്സിമം മന്ത്ലി ഒരു 1800 രൂപ 2000 രൂപ അടവ് വരുള്ളൂ. അപ്പം ഡിനോയ്ക്ക് എഫക്റ്റീവ്ലി മന്ത്ലി സേവിങ്സ് എത്ര രൂപയായി? ഒരു 8000-ൽ 2000 കുറയ്ക്കുമ്പോൾ ഒരു 6000 രൂപയോളം സേവിങ്സ് അല്ലേ? അപ്പോൾ അത് സോളാർ വെക്കുന്നത് ഏത് തരത്തിലുള്ള ആൾക്കാർക്ക് സേവിങ്സ് ഉണ്ടാവുമെന്ന് മനസ്സിലായില്ലേ?